ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കരിമീൻ. ഇത് നല്ല സൂപ്പർ പച്ച മീനാണ്. കരിമീൻ കിട്ടി, നല്ല അടിപൊളി കരിമീൻ്റെ കളർ കണ്ടോ. ഇത് നമ്മളിന്ന് കറി വയ്ക്കാനും വറക്കാനും ഒക്കെ പോവാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, കരിമീൻ്റെ ഭംഗിയൊക്കെ കണ്ടു, ഉള്ളൊക്കെ ഇരിക്കുന്നുണ്ട്. സെറ്റപ്പ് മീനാണ്. നമുക്കിതിൻ്റെ എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കണം. ഇത് വെട്ടി വൃത്തിയാക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യം, നല്ല ചെത്തി എടുക്കണം. ഇതിൻ്റെ കളറൊക്കെ കളഞ്ഞ് നമുക്ക് ചെത്തി എടുത്തിട്ട് വരാം. ഈ പച്ച കളർ മാറ്റി വെള്ള കളറാക്കി കൊണ്ടുവരാം. നമുക്ക് കരിമീൻ വെട്ടിയെടുത്ത് വരാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ കരിമീനൊക്കെ വെട്ടിയെടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം, എന്നെങ്കിൽ മാത്രമേ കരിമീൻ നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം. മൂർച്ചയുള്ള പിച്ചാത്തിക്ക് സൈഡൊക്കെ വെട്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം. കൈ പോകുന്നൊരു സംഭവമാണ്. കരിമീൻ്റെ മുള്ള് കയ്യെ കൊണ്ടാൽ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. കണ്ടോ, വൃത്തിയായിട്ട് ഇനി നമുക്കിത് സൈഡ് ചെത്തിയെടുക്കണം. കരിമീൻ സാധാരണ എല്ലാവരും ചെത്തിയാണ് കരിമീൻ എടുക്കുന്നത്, ചെതുമ്പൽ കളയുമല്ല. കണ്ടോ, പച്ച മീനാണെങ്കിൽ നമുക്കത് നല്ല വൃത്തിയായിട്ട് ചെത്തിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കാതിരിക്കുക. എന്താണെന്നറിയാമോ, നമ്മളടുത്ത് സ്റ്റേഷൻ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുക. അപ്പോൾ അവിടുന്ന് മൈക്ക് നമ്മുടെ വീടിൻ്റെ നേരെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വായന നടക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ വായന ഇത് നിർത്തിയെന്ന് തോന്നുന്നില്ല. ഇതേ കണ്ടോ, പിച്ചാത്തി നല്ലതാണെങ്കിൽ ഈ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെത്തിയെടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കരിമീൻ കൂട്ടാനും കരിമീനും പാലപ്പമൊക്കെ ആയിട്ട് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവങ്ങളാണ്. ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെ ചെന്നാലും, ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണെങ്കിലും പ്രോപ്പർ ആലപ്പുഴ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് കരിമീനും. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ താറാവ്. കരിമീനും താറാവും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. കരിമീൻ പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ. സന്ധ്യയാകുമ്പോൾ പോയാൽ ചില വള്ളങ്ങളൊക്കെ നിറച്ചാണ് മീൻ പിടിച്ചുകൊണ്ട് ഓരോരുത്തർ വരുന്നത്. നമുക്ക് അപ്പം നമുക്കിത് വെട്ടിയെടുത്തിട്ട് വരാം. അത്രയും മീൻ നമ്മൾ വെട്ടിയെടുത്തതാണ്. കൂടുതലും ഇത് ചെതുമ്പിൽ വരാത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞു മീനുമാണ്. അതുതന്നെയല്ല, പച്ച മീനായത് കാരണം ചെതുമ്പലിന് ഉറപ്പായില്ല. ഇത് നല്ല വെയിലത്തൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഒരെണ്ണം പോലും ഇല്ലാതെ കിട്ടി. ഇനി നമ്മൾ കരിമീൻ വെട്ടി തീരാറായി. കണ്ടോ, ലാസ്റ്റ് കരിമീൻ ഇത് മാത്രം. എല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി വൃത്തിയായിട്ട് കഴുകി ഒന്നെടുത്തിട്ട് വരാം. കണ്ടോ, കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുക്കുന്നത് ഇങ്ങനെയല്ല, ഇതതിൻ്റെ ചോരമായി ഒന്ന് പോകാനായിട്ട് നമ്മൾ സാധാ രീതിയിൽ കഴുകുകയാണ്. അല്ലാതെ നമ്മളതൊന്ന് ഉരച്ചെടുക്കണം. തുളുമ്പൊക്കെ കളഞ്ഞിട്ട് ഇത് കുറച്ച് പപ്പാസ് വയ്ക്കാനൊന്നുമല്ല, മുളക് കറി വയ്ക്കാനാണ്. ഇവിടെ മുളക് കറി എല്ലാവർക്കും ഇഷ്ടം. പപ്പാസ് അത്ര പിടുത്തമല്ല, അത് കാരണം മുളക് കറി വയ്ക്കാൻ ഇത്രേ വറക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും ഒക്കെ എടുത്തിട്ട് വരാം. മീൻകറിക്കുള്ളതാണ്. പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം നമുക്ക് വഴറ്റി എടുത്ത് വരാം. കറി വയ്ക്കാനായിട്ടുള്ള ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുക്കാം.
ഇതുണ്ടോ കഷ്ണിച്ച് ചെയ്യുന്നുണ്ടോ മീൻ. ഇതാണ് നമ്മൾ മുളക് കറി വെക്കാനാണ്, കാരണം എല്ലാവർക്കും മുളക് കറിയോടാണ് താല്പര്യം. നമുക്കിത് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമ്മൾ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇതെല്ലാം വഴറ്റാനായിട്ട്. വഴന്ന് വരട്ടെ. നമ്മളിവിടെ കരിമീൻ കറിക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പൊടികൾ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് ഉലുവാപ്പൊടി. ഉലുവ നമ്മളത് പൊട്ടിക്കുന്നുണ്ട്, അത് ഒത്തിരി വേണ്ട, ഒരു കഷ്ണം. നമ്മൾ കടുവ് പൊട്ടിക്കുന്നതിന് പകരമായിട്ട് ഉലുവയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും അതിനകത്തിടാം. ആദ്യമേ ഇഞ്ചി ഇട്ടാണ് മൂപ്പിക്കുന്നത്. ഇഞ്ചിയുടെ ആ പച്ച മണമൊന്ന് മാറിക്കിട്ടും. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് മൂത്ത് വരാം. ഇഞ്ചി പച്ചമുളക് എല്ലാം നമ്മൾ ഇഞ്ചി ഇട്ട് മൂപ്പിച്ചാണ്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ആ ചുവന്നുള്ളി എല്ലാം ഇട്ട് ഇതാ നമ്മൾ ആ പൊടി ഐറ്റം എല്ലാം അത് മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു പൊടി ഐറ്റം ഇട്ട് ഇളക്കുവാണ്. സാധാരണ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, പപ്പാസല്ലേ കരിമീൻ വയ്ക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങ അരച്ച് പുളി ഇട്ട് വയ്ക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതെല്ലായിടത്തും ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പപ്പാസൊക്കെ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സ്ഥിരം ഇങ്ങനെ കരിമീനെ കൂട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മുളക് കറി വയ്ക്കുകയാണെന്ന് വെച്ചാൽ, മുളക് കറി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നൊരു കാര്യമുണ്ട്, ഈ കരിമീനെന്ന് പറഞ്ഞാൽ അധികം വേഗമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അത് നമ്മൾ മുളക് കറി ആയാലും വയ്ക്കുമ്പോൾ അതനുസരിച്ച് വേണം. നല്ലോണം പുളി ഉപ്പും അതുമെല്ലാം ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മീൻ പെറുക്കിയിടാവുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ ആ മീൻ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഇപ്പം നമ്മളിത് ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് യോജിപ്പിക്കാം. യോജിച്ച് കഴിഞ്ഞ് ഇതൊന്നുകൂടൊന്ന് കുറുകി വച്ചിട്ടെടുക്കണം. കണ്ടോ, ആ മസാലയെല്ലാം നമ്മുടെ ഇതുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഇതിനകത്തുണ്ട്. കണ്ടോ, ഈ ചട്ടിയിൽ അരപ്പ് പിടിക്കാതെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവാം വെളിച്ചെണ്ണ ഉണ്ടെന്ന്. ഉരുട്ടിയെടുക്കാം നമുക്ക് ഈ അരപ്പ്. ഇതാ ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല എൻ്റെ അത് വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതായത് വെള്ളം ഒഴിച്ച് ഞാൻ ഈ വെള്ളം ഒഴിച്ചതിനകത്തോട്ട് കുറച്ച് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഇതാ ഉപ്പുണ്ടോ, ഇതാ ഉപ്പ് വേണ്ടവർക്ക് അനുസരിച്ചിടുക. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചല്ലേ ഉപ്പ് കൂടുതൽ വേണ്ടവരുണ്ട്. ഇപ്പോൾ പൊതുവെ എന്തൊരു കറിക്കാണെങ്കിലും എന്തിനായാലും പുളി ഇടുവാണ്. ഇതാ പുളി ഇട്ടിട്ടുണ്ട് നമ്മളെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ കരിമീന് വേവ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ അരപ്പ് ഒന്ന് തിളച്ച് വരണം. അതായത് പുളി ഉപ്പും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടൊരു സാധനം ഇട്ടില്ല, കാരണം കറിവേപ്പില. ഇതാ കറിവേപ്പില ഇട്ടില്ല. നമുക്ക് കറിവേപ്പില അതിനകത്ത് ഇടാം. കറിവേപ്പില ഇട്ടെങ്കിലല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തില്ല. കറിവേപ്പിലയും ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാം. മീൻ കറി നല്ലോണം ഈ അരപ്പ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് മീൻ പെറുക്കി ഇടത്തുള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു ശകലം വെളിച്ചെണ്ണ കൂടെ വെള്ളവും കൂടെ നമുക്ക് 2 പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണയെന്ന് പറഞ്ഞ് മാറി പോയി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ല വൃത്തിയായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ തവി ഇഞ്ഞെടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അതെ, മീൻ ഇടാറായിട്ടില്ല, കാരണം അത് തിളച്ച് വരണേ. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുന്നു, അതാണ് തിളച്ചില്ല. തിളച്ചിട്ട് നമുക്ക് മീൻ അരപ്പ് വെച്ചത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതാ തുറക്കുമ്പോൾ തന്നെ കണ്ടോണം കണ്ടോ, നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതെ, ഒത്തിരി നീണ്ടിട്ടൊന്നുമില്ല കേട്ടോ, നല്ല കുറുകിയ നല്ല അതാണ് ഞാൻ പറയാം. തിളച്ചിട്ട് വേണം നമ്മൾ വീഡിയോയിൽ കാണുന്ന കളറൊന്നും അല്ലിത്. അത് എൻ്റെ ഫോണിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് കളർ നല്ലോണം കാണാത്തത്.
നല്ല കുറുകിയ മീൻ. ഇതിനകത്തോട്ട് നമുക്ക് മീൻ ഇട്ടാൽ അധികം മീൻ വേവിക്കണം. നമുക്കപ്പോൾ അതിനകത്തോട്ട് മീൻ ഇറക്കിടാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കരിമീൻ വറക്കാനും കരിമീൻ കറി വയ്ക്കാനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വറക്കുന്നത് ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട്, അതും നിങ്ങൾ കണ്ടു നോക്കണം വേറെ ആയിട്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മീനെല്ലാം പെറുക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഇളക്കത്തില്ല, ഒരു സൈഡിൽ നിന്ന് ഓരോ കഷ്ണം നമ്മൾ അങ്ങ് കോരി എടുക്കത്തേ. ഇത് സാധാ മീൻ ഇളക്കിയിരുന്നത് കൂട്ടൊന്നും നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റില്ല, കാരണം ഇത് പൊടിഞ്ഞു പോകും. ഇപ്പോഴും നമ്മൾ കറി ഇതിങ്ങനെ അമക്കി വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെള്ളം ഇനിയും നമ്മളൊന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പ് മതി ഈ മീൻ വേകാനായിട്ട്. കണ്ടോ ആ മീനിൻ്റെ കളർ കണ്ടോ, നല്ല സെറ്റപ്പായിട്ടില്ലേ. ഇതിനാണ് കറക്റ്റ്. ഇതിന് നമ്മൾ ഈ മീനിൻ്റെ വെള്ളം ഇറങ്ങുമ്പോൾ ഇച്ചിരി വെള്ളമൂടെ കൂടും, അതിന് ഇതായിരിക്കും. എന്നാൽ നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ മീനെല്ലാം കറക്റ്റായിട്ട് വെന്തിരിക്കും. നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതാ കറിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കറിയെ. കണ്ടോ എണ്ണയൊക്കെ തിളച്ച് പൊങ്ങി കിടക്കുന്നുണ്ടോ. കരിമീൻ കറി സൂപ്പറായിട്ട്. ഇതിന് നമ്മളിനകത്ത് തവിയൊന്നും ഇട്ട് തിളക്കത്തില്ല, ഒരു തുണി പിടിച്ചിട്ട് ആ ചട്ടി ഇങ്ങനെ കറക്കി എടുക്കത്തതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കരിമീൻ ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും. മറ്റുള്ള മീനൊക്കെ ഇളക്കിയെടുക്കുന്നത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതല്ലേ ഇങ്ങനെ രണ്ടറ്റത്ത് തുണി പിടിച്ചിട്ട് ഇങ്ങനെ കറക്കിയെടുക്കണം. പിന്നെ ഈ കറക്കിയെടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, ഗ്യാസിൽ തീ കുറച്ച് വെച്ചിട്ട് കറക്കണം. ഇല്ലെങ്കിൽ ചട്ടിയും കാണത്തില്ല കരിമീനും കാണത്തില്ല. എനിക്കിപ്പോൾ അബദ്ധം പറ്റി, അതുകൊണ്ട് പറഞ്ഞതാണ്. അതേണ്ട ഇനി ഈ കറി ഇങ്ങനെ തന്നെ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് കരിമീൻ മുളകിട്ട് വെച്ചത്. അപ്പം എല്ലാവരും കരിമീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയും കൂടെ ഒക്കെ വയ്ക്കുക, പപ്പാസും ഒക്കെ അല്ലാതെ. പിന്നെ ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നതായിരിക്കും. എന്നാലോ സൂപ്പർ കരിമീൻ മുളകിട്ട് വെച്ചത്. ഹായ് ചേട്ടാ, ബൈ. പൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.